ഹലോ ഗായ്സ്, ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ദുബായ് ട്രിപ്പിൻ്റെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ദോശയൊക്കെ പാൻ കേക്കാണൊക്കെ അവർ ചുട്ടു വെച്ചിരുന്നത്. ഡെഫിനറ്റ്ലി വർത്താൻ ചോദിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് വർത്ത്. അത് കഴിഞ്ഞ് ഇന്ന് ദുബായ് ഡോൾഫിനിലേക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 2 മണിക്ക് ഷോയ്ക്കാണ് ബുക്ക് ചെയ്ത്. പക്ഷേ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അതങ്ങ് 11 o'clock ആക്കി. ഇതെല്ലാം ഓൺലൈനിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് കേട്ടാ. കൗണ്ടറിൽ എമൗണ്ട് കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്കൂൾ കിഡ്സാണ്. നമ്മൾ വന്നിരുന്ന ഉടനെ ദുബായിൽ ആദ്യം അവർ അനൗൺസ് ചെയ്തതെന്ന് വെച്ചാൽ കിഡ്സുമായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ദുബായിയുടെ നിയമം അനുസരിച്ച് അത് ക്രിമിനൽ ഒഫൻസാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ദുബായിൽ പോകുമ്പോൾ ഇതുപോലെ സ്കൂൾ കിഡ്സിനെ കാണുമ്പോൾ നമ്മൾ കഴിയുന്നതും ഒന്ന് അവോയ്ഡ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഒരു അരമണിക്കൂറത്തെ ഷോ ഉള്ളൂ. വർത്താണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ദുബായ് മാളിലോട്ട് കയറി. അവിടുത്തെ ഒരു മെറൈൻ അക്വേറിയം ഉണ്ടായിരുന്നു. അവിടെയും നമ്മൾ കൗണ്ടറിൽ പോയല്ല ടിക്കറ്റ് എടുത്ത് ഓൺലൈനിൽ തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇത് കുറേ നേരം സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു 3 floors ഉണ്ടായിരുന്നു ഇതിൻ്റെ അക്വേറിയം. ഇവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എക്സിബിഷനിൽ കാണത്തില്ല, അതുപോലത്തെ ഒരു റിപ്ലിക്കയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതേ വഴിയിൽ തന്നെ കുറേ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത്, ഫോറസ്റ്റ് പോലെ അവർ സെറ്റ് ചെയ്ത്, ചെറിയ ചെറിയ ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. സ്ക്യൂറൽ, പിന്നെ ഐസ് ഡോൾഫിൻ ഉണ്ടായിരുന്നു, പെൻക്വീൻ ഉണ്ടായിരുന്നു, പല ടൈപ്പ് ഓഫ് ഫിഷസ്. ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ മെയിൻ അട്രാക്ഷനാണ് ഇതിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജ്. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറേ നേരം നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബുർജ് ഖലീഫയിൽ ഫ്ലോറിലോട്ട് കയറി. 2-3 മണിക്കൂർ ക്യൂ നിന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് കയറിയത്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കൗണ്ടറിൽ വന്നിട്ട് അത് റെഡീം ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്യൂ യൂസ് ചെയ്യാൻ പറ്റൂ. കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറേ സമയമെടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുകളിലോട്ട് പോയത്. മുകളിൽ പോയപ്പം ഡെഫിനറ്റ്ലി നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ട് നമ്മൾ മേളിൽ പോയിരുന്ന് ആ വ്യൂ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് വർത്ത്. പക്ഷെ ആ പൈസയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോട്ട്. അത്രേ പറയാൻ കാണത്തുള്ളൂ. ഇവിടെ ഈ ഗ്ലാസിൻ്റെ അടുത്തിരുന്ന് ഓരോ വിൻഡോസിൻ്റെ അടുത്തിരുന്ന് ഫോട്ടോ എടുക്കാനായിരുന്നു ഭയങ്കര റഷ്. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡ് കിട്ടിയത് ഫോട്ടോ എടുക്കാനായിട്ട്. എല്ലാവരും ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. വന്നുകൊണ്ടുതന്നെ ഓരോ സൈഡിലോട്ട് കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. അപ്പം ഞങ്ങൾക്ക് അവസാനം നോക്കി ഒരു ചെറിയൊരു സ്ഥലം കിട്ടി. അതിനുശേഷം അതിൻ്റെ അകത്ത് തന്നെ ഒരു LED സ്ക്രീനിൽ തന്നെ ഈ താഴത്തെ ഫ്ലോർ കാണത്തക്ക രീതിയിൽ അവരൊരു സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വ്യൂ കുറേ നേരം നോക്കിയിരുന്നതാണ്. ഞങ്ങളുടേതായിരുന്നു ലാസ്റ്റ് വ്യൂ. ബാക്കി കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരെ ഇനി കയറ്റി വിട്ടെന്ന് പറഞ്ഞാൽ. ഇതൊരു പ്രത്യേകതയുണ്ട്. നൈറ്റ് വിഷൻ ടെലസ്കോപ്പായത്. ഇത് എവിടെ ഫോക്കസ് ചെയ്യുന്നോ അത് ഫുള്ള് നമുക്ക് ഡേ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ വീണ്ടും പോകാൻ നേരത്ത് ഒന്നും കൂടെ ബ്രിഡ്ജിലോട്ട് കയറി. സൗണ്ട് എഫക്ട്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ക്രാക്ക് വീഴുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കും. അതായത് ഗ്ലാസ് പൊട്ടുന്നതൊക്കെ. ഹർദേവ് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീണ്ടും ഞങ്ങൾ മാളിലോട്ട് വന്ന്. ഇത് ഫോട്ടോ പോയിൻ്റാണ്. മിക്ക ഞങ്ങൾ ദുബായിലെ ഏത് ബ്ലോഗ് എടുത്ത് നോക്കിയാൽ ഈ ഒരു ഫോട്ടോ ഫിനിഷ് നമുക്ക് കാണാൻ പറ്റും. ഇതും കൂടി ആയപ്പോഴത്തേക്ക് നൈറ്റ് ഒരു 9:30 10 o'clock അടുപ്പിച്ചായി. ഞങ്ങൾ തിരിച്ച് നേരത്തെ റൂമിൽ വന്ന് കിടന്നുറങ്ങിയതോടെ. ഓക്കെ ഗൈസ്, ടുമോറോ 4th